സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 52 വീക്സ് ഹൈ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. എന്താണ് 52 വീക്ക് ഹൈ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം. നമ്മളിന്ന് 52 വീക്സ് ഹൈ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചില സ്റ്റോക്കുകൾ നമുക്ക് കണ്ട് 52 വീക്സ് അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ടെർമിനലിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ മാർക്കറ്റ് ഡെപ്ത് സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് താഴെ കാണാം 52 വീക്സ് ഹൈയും ലോയും. അപ്പോൾ എന്താണ് ഈ 52 വീക്സ് ഹൈയും ലോയും വെച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം? അതായത് ഇന്ന് ഇപ്പോൾ ഒരു സ്റ്റോക്ക് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്സ് എങ്ങനെ നാളെ ട്രേഡ് ചെയ്യും എന്നതാണ് ഞാൻ ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ നോക്കാം. അതായത് 12-ാം തീയതി ഈ രണ്ട് സ്റ്റോക്കുകളാണ് നമുക്ക് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തത്, അതായത് എസ്കോർട്ടും ഇൻഡിഗോയും. അപ്പോൾ ഞാൻ അതിൻ്റെ ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കി കാണാം, 12-ാം തീയതി ഈ സ്റ്റോക്കുകളാണ് ഈ 12-ാം തീയതി ഹൈ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഹൈ. ഇൻഡിഗോ എസ്കോർട്ട്സിൻ്റെ ഹൈ വന്നിരിക്കുന്നത് 12-ാം തീയതിയിലത്തെ ചാർട്ടിലുണ്ട്. ഇവിടെ ഹൈ എടുത്തിട്ടുണ്ട്. അതൊരു 52 വീക്ക് ഹൈ ആയിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത് 13-ാം തീയതി നമുക്ക് ഈ 52 വീക്ക് ഹൈ വെച്ച് 13-ാം തീയതി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിനായി ഞാൻ ഈ സ്ട്രാറ്റജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് 15 മിനിറ്റ് ക്യാൻഡിലാണ്. അതായത് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈ എടുക്കുക. അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ കാണാം. ആ വാല്യൂവിന് നമ്മൾ ഡിസിഷൻ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഈ സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ 12-ാം തീയതി നമ്മൾ കണ്ടല്ലോ, ഇവിടെ 52 വീക്ക് ഹൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലോസിങ് ചെയ്ത 3 ക്യാൻഡിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 15 മിനിറ്റിൻ്റെ ലാസ്റ്റ് 3 ക്യാൻഡിലാണ്. ഈ 3 ക്യാൻഡിലുകൾ അതിൻ്റെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഹൈ മാത്രം എടുക്കാം. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് 1405 പ്ലസ് രണ്ടാമത്തെ ക്യാൻഡിൽ 1404.60 പ്ലസ് മൂന്നാമത്തെ ക്യാൻഡിൽ 1405 ഡിവൈഡ് ബൈ 3. അപ്പോൾ നമുക്കൊരു ആവറേജ് കിട്ടി. 3 ക്യാൻഡിലിൻ്റെ ആവറേജ്, അത് 1404.85. അതാണ് ആ ലെവല്. അപ്പോൾ നമ്മൾ ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. 85. ഇപ്പോൾ നമുക്ക് ലെവൽ കിട്ടി. ഈ ലെവൽ നമുക്ക് പിറ്റേ ദിവസം അടുത്ത ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ലെവലാണ്. അതിനുശേഷം നമ്മൾ 15 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ 12-ാം തീയതി നമുക്ക് കിട്ടിയ സ്റ്റോക്കിന് നമുക്ക് 13-ാം തീയതി നമ്മൾ ട്രേഡിങ്ങിന് ഇരിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാലത്ത് തന്നെ ഒരു ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിൽ അത് ഓപ്പണിൽ തന്നെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്ട്രാറ്റജി അനുസരിച്ച് ഇപ്പോൾ ഈ ലൈന് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. അതായത് നമുക്ക് ഇവിടെ ബൈ എടുക്കാം. ഇത് ക്ലോസ് ചെയ്ത പോയിൻറ്റിൽ നമുക്ക് ബൈ എടുക്കാം. അതിനുശേഷം അത് കുറച്ച് കയറിയിട്ടുള്ളൂ. ഓക്കെ, അതായത് അത് ചെറിയൊരു കയറ്റാണ് കയറിയിട്ടുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് താഴേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ബൈ എടുത്ത് ഇവിടെ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പേടിക്കാനില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ക്യാൻഡിൽ താഴേക്ക് വന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സെല്ലിന് പോവാം. ഇപ്പോൾ നിങ്ങളിവിടെ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിവിടെ ലോസ് വരും. ആ ലോസ് നമുക്ക് അടുത്ത ട്രേഡിൽ എന്തായാലും റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് വൺ സൈഡ് ഇതിന് മൂവ്മെൻറ്റ് ഷുവറാണ്. ഇതൊരു സൈഡിൽ തന്നെ സൈഡ് വൈസായി പോകാൻ ചാൻസ് വളരെ കുറവാണ്. ഒരു 90% ഇത് വൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ ബൈ നമുക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ സെല്ലിൽ നമുക്കത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടോ, പിന്നെയും അത് കയറി, പക്ഷേ നമ്മുടെ ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല. കണ്ടോ, പിന്നെയും അത് കയറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല. അതാണ് സ്ട്രോങ് ലെവലാണ്. കണ്ടോ, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്നില്ല. കണ്ടോ, അവിടെ അടിച്ച് താഴേക്ക് വരാണ് ചെയ്യുന്നത്. അത് നമ്മൾ എസ്കോർട്ട് കണ്ടു. ഇനി ആ ദിവസം തന്നെ നമുക്ക് 12-ാം തീയതി തന്നെ വേറെ ക്രിയേറ്റ് ചെയ്തത് ഇൻഡിഗോ ആണ്. അപ്പോൾ നമുക്ക് ഇൻഡിഗോയുടെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇൻഡിഗോ 12-ാം തീയതി ഇവിടെ ഒരു ഹൈ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ആക്കാം ആദ്യം തന്നെ. കണ്ടോ, 12-ാം തീയതി ഇൻഡിഗോ ഹൈ എടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, അതാണ് ഒരു 52 വീക്ക് ഹൈ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ആ ദിവസത്തെ ലാസ്റ്റ് 3 ക്യാൻഡിലിൻ്റെ ഹൈ ആണ്. 15 മിനിറ്റിൻ്റെ ഹൈ, ഈ 3 ക്യാൻഡിലിൻ്റെ 15 മിനിറ്റ് ഹൈ ക്ലോസിങ് ടൈമിലുള്ള അതിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ 1630.50 പ്ലസ് 1624 പ്ലസ് 1630.50. അത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ആണ്. രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ 1634 ആണ് പ്ലസ് മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ 1635 ഡിവൈഡ് ബൈ 3. അപ്പോൾ 1633.15. ഇപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും, നമുക്ക് ഡിസിഷൻ പോയിൻ്റ് കിട്ടി. ഈ നെക്സ്റ്റ് ഡേ നമുക്ക് 13-ാം തീയതി നോക്കാം. 13-ാം തീയതി നമുക്ക് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രേഡൊന്നുമില്ല. നമുക്ക് എപ്പോഴാണ് ഈ ലൈനിൽ ടച്ച് ചെയ്യുന്നത് അപ്പോഴാണ് ട്രേഡ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി കാണാം, നമുക്കൊരു ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് ബൈ പോവാം. പക്ഷേ അടുത്ത ക്യാൻഡിൽ അതിന് താഴെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബൈ ഉള്ളത് എക്സിറ്റ് ചെയ്ത് സെല്ലിലേക്ക് പോകണം. അപ്പോൾ കണ്ടോ, നല്ല താഴേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ലോസ് വന്നത് അടുത്തതിൽ നമുക്ക് നല്ല പ്രോഫിറ്റും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ 12-ാം തീയതി ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് 11-ാം തീയതിയിലത്തെ നോക്കാം. 14-ാം തീയതി HDFC കൊടാക് ബാങ്കുമാണ് വന്നിരുന്നത്. HDFC ബാങ്ക്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും അന്ന് ഇതാണ് ഹൈ വന്നിരിക്കുന്നത് 11-ാം തീയതി. പക്ഷേ ലാസ്റ്റ് ഇത് 3 ക്യാൻഡിലാണ് ക്ലോസിങ് ക്യാൻഡിൽ. ഈ 3 ക്യാൻഡിലിന് ഹൈ ആണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ അതിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ലെവലിലേക്കും വരുന്നത്. പക്ഷേ ആ പിറ്റേ ദിവസം ആ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, എന്നിട്ട് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലെവൽ ആക്റ്റീവ് ആയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് അടുത്തൊരു ബാങ്കും വന്നത്. ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്തതാണ്. കൊടാക് ബാങ്കും ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അവിടെ അന്ന് 11-ാം തീയതി ഇവിടെ ഹൈ എടുത്തു. ഇതും ലാസ്റ്റ് 3 ക്യാൻഡിലിൻ്റെ ആവറേജാണ്. അപ്പോൾ ഹൈ ഏകദേശം ഇവിടെ വരും. പക്ഷേ അതും ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു, അതിനുശേഷം താഴേക്ക് പോവുക ചെയ്തത്. അപ്പോൾ 11-ാം തീയതി നമ്മുടെ സ്റ്റോക്ക് ആക്റ്റീവ് ആയതൊന്നും 12-ാം തീയതി ആക്റ്റീവ് ആയിട്ടില്ല. നമുക്കിനി 10-ാം തീയതി ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കുകളും കൂടി നോക്കാം. 10-ാം തീയതി ഭാരത് ഫോർജും ഹാവൽസുമാണ് വന്നിട്ടുള്ളത് ഹൈ ക്രിയേറ്റ് ഉള്ളത്. നോക്കൂ 10-ാം തീയതി ഇതാണ് ഹൈ വന്നിട്ടുള്ളത്. ഓക്കെ 10-ാം തീയതി ഹൈ വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് 3 ക്യാൻഡിലാണ് വേണ്ടത്. അതായത് 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഈ 3 ക്യാൻഡിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ 3 ക്യാൻഡിലിൻ്റെ ഹൈയുടെ ആവറേജ് നമുക്ക് വേണം. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്യാൻഡിൽ എന്ന് പറയുന്ന ഹൈ എന്ന് പറയുന്നത് 527.55 പ്ലസ് 525.95 പ്ലസ് 520.65 ഡിവൈഡ് ബൈ 3. അപ്പോൾ 524.70 നമ്മുടെ ലെവൽ. ഇനി നമുക്കത് 5 മിനിറ്റ് ആക്കാം. ഇനി നമുക്ക് നോക്കാം 11-ാം തീയതിയിലത്തെ പെർഫോമൻസ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം ടച്ച് ചെയ്ത് താഴേക്ക് വന്നതാണ് ചെയ്തത്. അതിനുശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈനിന് മുകളിൽ. അപ്പോൾ നമുക്ക് കൊടുത്ത് ബൈ എടുക്കാവുന്നതാണ്. അതിനുശേഷം മാർക്കറ്റ് കയറിപ്പോയി, നിങ്ങൾക്ക് കണ്ടോ. അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് താഴേക്ക്. ആ താഴേക്ക് ക്ലോസ് ചെയ്ത ക്യാൻഡിലിൻ്റെ നമ്മൾ സെല്ല് ചെയ്താൽ തന്നെ ഇവിടെ ബൈ ചെയ്താൽ നമുക്ക് ഇത്ര പോയിന്റ് കയറിയിട്ടുണ്ട്. സെല്ല് ചെയ്താൽ തന്നെ അത് താഴേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരിക്കലും ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല കണ്ടോ. അതിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റോക്ക് കൂടി ഉണ്ടല്ലോ, ഹാവൽസും കൂടി നോക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം 10 മിനിറ്റിനുള്ളിലുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. നമുക്ക് ആ പോയിന്റ് മാത്രം പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് കൂടുതലായി കഴിഞ്ഞാൽ 20 മിനിറ്റ് ലാഗ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കറക്റ്റ് ആ പോയിന്റ് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാനാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ ശ്രമിക്കാറ്. ഇനിയിപ്പോൾ നമുക്ക് 10-ാം തീയതി ഇത് ഹാവൽസ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി ഹാവൽസിൻ്റെ ഹൈ ഇതാണ് കണ്ടോ, ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 3 ക്യാൻഡിൽ എടുക്കാം. ഇതായിരുന്നു ആ 3 ക്യാൻഡിൽ വരുന്നത്. 10-ാം തീയതി ലാസ്റ്റ് വരുന്ന 3-15 മിനിറ്റ് ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഹൈ വാല്യൂ നമുക്ക് നോക്കാം. 843.75 പ്ലസ് 843.90 പ്ലസ് 840.65 ഡിവൈഡ് ബൈ 3. അപ്പോൾ 842.75 അതാണ് നമ്മുടെ ഡിസിഷൻ പോയിന്റ്. ഇനി നമുക്ക് 11-ാം തീയതി നോക്കാം. ഓക്കെ, ഇത് നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിലാണ് ടെസ്റ്റ് ചെയ്തത്. നമുക്ക് 15 മിനിറ്റ് ആക്കണം. ഓക്കെ, ഈ 3 ക്യാൻഡിലിൻ്റെ ഹൈ ആണ് നമ്മൾ എടുക്കേണ്ടിയിരുന്നത്. നമ്മൾ ടൈം ഫ്രെയിം മാറിപ്പോയി. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 15 മിനിറ്റ് ക്യാൻഡിൽ എടുത്തിട്ട് വേണം ടൈം ഫ്രെയിം നോക്കിയിട്ട് അതിൻ്റെ ഹൈ ആണ് നമ്മൾ എടുക്കേണ്ടത്. 5 മിനിറ്റിൻ്റെ അല്ല. 5 മിനിറ്റ് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡിസിഷൻ പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ 15 മിനിറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹൈ നോക്കാം. 837.50 പ്ലസ് 844.30 പ്ലസ് 843.90 ഡിവൈഡ് ബൈ 3. അപ്പോൾ 841.90 ആണ് നമ്മുടെ ഡിസിഷൻ പോയിന്റ്. അത് നമ്മൾ അടയാളപ്പെടുത്താം. 841.90.
ഇപ്പോൾ നമുക്ക് ഡിസിഷൻ പോയിന്റ് കിട്ടി. ഇനി നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിലാക്കാം. ഇനി നമുക്ക് 11-ാം തീയതി നമ്മൾ ട്രേഡ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ ട്രേഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. കണ്ടോ, അത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അത് ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ സെല്ലിന് പോകാവുന്നതാണ്. കാരണം നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത സെല്ലാണ്. കണ്ടോ, ഇവിടെ ക്ലോസ് ചെയ്തു. അതിനുശേഷം മറ്റൊരു ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്തിട്ടുള്ളൂ, അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ പവർഫുള്ളായ ഒരു ലെവലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആദ്യം ട്രേഡ് ചെയ്യുക. അതായത് ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് സിഗ്നലിൽ തന്നെ നമുക്ക് ബൈ വരും, അടുത്ത സിഗ്നലിൽ തന്നെ നമുക്ക് സെല്ലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒന്ന് ട്രേഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സപ്പോസ് നമ്മളൊരു 10 ക്വാണ്ടിറ്റിയാണ് ട്രേഡ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ട്രേഡ് ഇപ്പോൾ ഒരു ഫ്രഷറാണെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ സ്ട്രാറ്റജി നല്ലതാണ്. നിങ്ങളൊരു 10 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാം. അപ്പോൾ അടുത്ത സിഗ്നൽ വരുമ്പോൾ നിങ്ങളത് 20 ക്വാണ്ടിറ്റി ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് ദിവസം ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അത് കാരണമാണ് ഞാൻ ഈ സ്ട്രാറ്റജി ഇവിടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു സ്ട്രാറ്റജി വീഡിയോസുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒരുപാട് വീഡിയോസുമായി ഇനി വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.